റമദാൻ 17 വരുന്നത്, ബദരീങ്ങൾ ആണ്ട്. ബദരീങ്ങൾ ആണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഉസ്താദിന്റെ വെല്ലുവിളിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഉസ്താദിന് എനിക്ക് ഒരു പരിചയമില്ല, സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള പരിചയമാണ്. വല്ലാത്തൊരു വെല്ലുവിളി തന്നെയാണ്. ആരെയാണ് വെല്ലുവിളിക്കുന്നത് എന്ന് നമുക്കറിയാം. ആരെയാ? പുത്തൻവാദികളെ. പുത്തനായ പല കാര്യങ്ങളും ദീനിൽ കൊണ്ടുവരുന്ന ആളുകൾ, അവരാണ് പുത്തൻവാദികൾ. അതായത് സുന്നികളല്ലാത്ത എല്ലാ ആളുകളും എന്ന് നമുക്ക് പൊതുവെ പറയാം. ആ വെല്ലുവിളിക്കുന്ന ഒരു വെല്ലുവിളി നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കാരണം അവർ പല ഹദീസുകളും ആയത്തുകളും കട്ടിട്ട് പകുതി ഓതിയിട്ടൊക്കെ അർത്ഥം വെക്കും. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണക്കാരനാണ് എന്ന് ഖുർആൻ കൊണ്ട് തെളിയിക്കുന്നവരാണ് അവര്. പകുതി ആയത്തോതിയിട്ട് കട്ടിട്ട്. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും അവർ മറച്ചു വെച്ചിട്ട്, അവരുടെ തന്നെ പണ്ഡിതന്മാര് പറഞ്ഞതുപോലും മറച്ചു വെച്ചിട്ട് പുതിയതായി പല കാര്യങ്ങളും കൊണ്ടുവരുന്നവരുണ്ട്. ഏതായാലും ഉസ്താദിന്റെ വെല്ലുവിളി നോക്കാലോ. റമദാൻ 17 ബദർ ദിനം വെല്ലുവിളിക്കാണ്. ഞങ്ങൾ നടത്തുന്ന നേർച്ചകൾ, ബദരീങ്ങളതോ മറ്റു മഹാന്മാരതോ ഞങ്ങൾ നടത്തുന്ന നേർച്ചകൾ ഖുർആനിനും സുന്നത്തിനും എതിരാണെന്ന് തെളിയിച്ചാൽ, അത് പറ്റൂല എന്ന് പറയണ ആര് വന്ന് തെളിയിച്ചാലും നിങ്ങൾ പറയണ പോലെ കേൾക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതിന്റെ 2ാം വീഡിയോയിൽ ഞങ്ങൾ നടത്തുന്ന നേർച്ച എന്താണെന്ന് ഞങ്ങൾ പറയുന്നത്. നിങ്ങളെ DJ പാർട്ടി ഞങ്ങളെ മേലെ നിങ്ങൾ കയറ്റി വെക്കണ്ട. അത് ഞങ്ങൾ ഇതിൽ പെട്ടതുമല്ല. ഞങ്ങൾ എത്രയോടെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നടത്തുന്ന നേർച്ച എന്താണെന്ന് ഞങ്ങൾ പറയുന്നത്. 2ാം ഭാഗം കണ്ടിട്ട് തെളിയിക്കാൻ പറ്റുമോ? അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കി. ഒന്നൊന്നര വെല്ലുവിളിയല്ലേ. അതിന് ഉസ്താദ് പറയുന്നുണ്ട് ഒരാളെങ്കിലും അതിനൊരു തെളിവ് കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ തന്നെ ഇസ്തിഗാസനെ കുറിച്ചിട്ട് ഒക്കെ ഈ ഉസ്താദ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചു. ഇതാണ് അദ്ദേഹത്തിന്റെ പേജ്. ഇത് പ്രൊമോഷൻ ഒന്നുമല്ല കേട്ടോ. അദ്ദേഹത്തിന് അറിയില്ല ഞാൻ ആരാന്നുള്ളത്, എനിക്കറിയില്ല അദ്ദേഹത്തിന് ആരാന്നുള്ളത്. പക്ഷെ ഒരുപാട് പഠിക്കാനുണ്ട് അദ്ദേഹത്തിന്റെ ഓരോ വീഡിയോകളിലും. അല്ലാഹു തആല നല്ലത് പഠിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.